എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? മാസാമാസം പണം നൽകി എന്ന് തന്നെയാണ് ഈ കമ്പനി അധികൃതർ മൊഴി നൽകിയിട്ടുള്ളത്. ഈ മാസാമാസം നൽകിയ പണത്തിന് എന്തെങ്കിലും സേവനമുണ്ടോ? ഇല്ല. ഇപ്പൊ പല വേഷത്തിലും പേരിലും നല്ല തറവാടുത്തുള്ള കള്ളികൾ ഇറങ്ങി. ഒരു സേവനവും ഇല്ലാതെ മറ്റെന്താണ് വിളിക്കുക? ഫ്ലാഷ്ബാക്ക് അവതരിപ്പിച്ച് അദ്ദേഹത്തെ വികാരാധീനാക്കരുത് കല്യാണി അമ്മ. എന്താണ് CMRLന്റെ ഒന്നാമത്തെ കരാർ എക്സാലോജി കമ്പനിയുമായി 2017 മാർച്ച് 2 ഒപ്പിട്ടതാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, മാനേജ്മെന്റ്, മെയിന്റനൻസ്, ഡെലിവറി എന്നീ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ കാര്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്, ഈ കരാർ ഏർപ്പെട്ടിട്ടുള്ളത്. ഇതൊന്നും രഹസ്യരേഖയല്ല. നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുള്ള അമ്മജി. ഒരു പബ്ലിക് ഡൊമൈനിലുള്ള പിന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഔദ്യോഗികമായ കാര്യമാണ് ഇത്. ഇതൊന്നും നിഷേധിക്കപ്പെട്ടിട്ടില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് വല്ലതും മനസ്സിലായോ? ഒരു പിടിയുമില്ല. നിനക്കോ? ഒരാളും ഇങ്ങനെ ഒരു രേഖ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഇങ്ങനെ ഒരു കരാറില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് അതോടൊപ്പം കരാർ ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് ആയി തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ട് IT പ്രൊഫഷണൽ എന്ന നിലയിലുള്ള വൈദഗ്ധ്യം അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിയമപരമായ കരാറിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് ഇടപാടിന്റെ ഭാഗമായും നടത്തിയിട്ടുള്ള ക്രയവിക്രയങ്ങളെ കുറിച്ചാണ് ചർച്ച. അതെങ്ങനെയാണ് ഇല്ലീഗൽ ഇടപാടാകുന്നത്? താങ്കൾക്ക് അറിയാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കരാറിൽ പ്രകാരമുള്ള ജോലികൾ നടക്കുന്നില്ലെങ്കിൽ പണം കൊടുക്കുമോ? സാധാരണഗതിയിൽ നമ്മളൊക്കെ എന്താണ് ചെയ്യുക? ഒരു കമ്പനിയുമായി കരാർ ഉണ്ടാക്കി അവർ ഈ സേവനങ്ങളൊന്നും തരുന്നില്ലെങ്കിൽ അവർക്ക് വീണ്ടും പണം കൊടുത്തുകൊണ്ടിരിക്കും. ഇനി അഥവാ കുറച്ചെങ്കിലും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് തിരികെ പിടിക്കാൻ നിയമ നടപടികളടക്കം സ്വീകരിക്കില്ലേ? വീണ വിജയനും അവരുടെ കമ്പനിയും ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് CMRL തന്നെ പറയുകയും അവരിതിലൊരു നിയമ നടപടി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല മുഴുവൻ പണവും മാസാമാസം കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോ പ്രതിഫലം കൊടുത്തതിൽ CMRL നൽകിയ സത്യവാങ്മൂലം നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ അഫിഡവിറ്റോ അനുബന്ധമായ മൊഴിയോ കണക്കിലെടുക്കാതെയാണ് തർക്കപരിഹാര ബോർഡിൽ ആദായ നികുതി വകുപ്പിന്റെ വാദം. പറയുന്ന കേട്ടാത്തൊന്നും ഞാനിതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ആദായ നികുതി വകുപ്പ് എന്ന് പറഞ്ഞാൽ ഇക്കാര്യങ്ങൾ പരിഗണിക്കാതെയായിരുന്നു വാദം. നികുതി ഇളവിൽ CMRL സമർപ്പിച്ച വിവിധ രേഖകളിൽ ഒന്നും മാത്രമാണ് പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങൾ. അല്ല, ഞാനൊന്ന് ദയവേദൊന്ന് കേൾക്കൂ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. അതായത് 2 കമ്പനികൾ നിയമാനുസൃതം ഏർപ്പെട്ട കരാർ, അതില് നിഷയ്ക്ക് സംശയമില്ലല്ലോ, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. 2 കമ്പനികൾ നിയമാനുസൃതം ഏർപ്പെട്ട കരാറാണ്. സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? അതിന്റെ ഭാഗമായുള്ള സേവനവും പ്രതിഫലവും കൈമാറലാണ്. അതിന്റെ ഭാഗമായുള്ള സേവനവും പ്രതിഫലവും കൈമാറലാണ്. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ല. അങ്ങനെ സേവനം കിട്ടിയിട്ടില്ല എന്ന നിലപാട് കമ്പനി അഫിഡവിറ്റിന്റെ ഭാഗമായിട്ട് സൂചിപ്പിച്ചോ? അങ്ങനെ ഒരു സേവനവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ട് താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. നികുതിദായകനും നികുതി വകുപ്പും തമ്മിൽ നടക്കുന്ന ഒറ്റത്തവണ ഒത്തുതീർപ്പിന്റെ ഉത്തരവ് മാത്രമാണ് ഈ സെറ്റിൽമെന്റ് കമ്മീഷൻ ഓർഡർ. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. 2, ഇതിൽ മറ്റു വ്യക്തികളോ സ്ഥാപനങ്ങളോ കക്ഷികളല്ല. തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, ഇനി തള്ളല്ലേ താങ്ങും. അതിൽ പരാമർശിക്കപ്പെട്ട മറ്റുള്ളവരുടെ ഭാഗം കേട്ടോ. അവർക്ക് എന്തെങ്കിലും തെളിവ് നൽകാനുണ്ടെങ്കിൽ അത് സമർപ്പിച്ച ശേഷമോ പുറപ്പെടുവിക്കുന്ന ഒരു ഉത്തരവല്ല ആദായ നികുതി നിയമത്തിലെ വകുപ്പ് 245D പ്രകാരമുള്ള സെറ്റിൽമെന്റ് ഓർഡർ. വിദ്യാഭ്യാസമേ ഉള്ളൂ, വിവരമില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. എക്സാലോജിക് എന്ന കമ്പനിക്കോ അതുമായി ബന്ധപ്പെട്ട വ്യക്തിക്കോ ഈ സെറ്റിൽമെന്റ് ഓർഡറുമായി നേരിട്ടൊരു ബന്ധവുമില്ല എന്നർത്ഥം. അവർ ഇതിൽ കക്ഷികളല്ല. അതെന്താ മനസ്സിലാക്കാത്തത്? മനോഹര, നിന്നെ ഞാൻ കൊല്ലം കുറെ കാണാൻ തുടങ്ങിയിട്ട്. കമ്പനിയും പങ്കാളികളല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവിടെ എങ്ങനെയാണ് വീണയെ കേൾക്കുക? വീണ ആ കേസിൽ കക്ഷിയല്ല, പിന്നെ എങ്ങനെയാണ് അവരെ കേൾക്കുക? പക്ഷെ ചോദ്യം അതല്ലല്ലോ. ഒരു സേവനവും നൽകാതെ എന്തിന് CMRL കമ്പനി വീണ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകൾക്ക്, ടൂറിസം മന്ത്രിയുടെ ഭാര്യയ്ക്ക് പണം നൽകി എന്നുള്ളതാണ് ചോദ്യം. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടോ മാനേജുമായി ബന്ധപ്പെട്ടോ
മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടോ ആനുവൽ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടോ ഒരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിയമപരമായി ആ തുക കൊടുക്കാൻ ബാധ്യസ്ഥമാണ്. ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നുണ്ടല്ലോ. വീണ വിജയനോ അല്ലെങ്കിൽ അവരുടെ കമ്പനി എന്ത് സോഫ്റ്റ്വെയർ ആണ് ഈ CMRL വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് CPM-ന് അറിയാം. അല്ല, ഇപ്പൊ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന സേവനത്തെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ വീണ വിജയനോ അവരുടെ കമ്പനിയോ CMRL-ന് വേണ്ടി ഏത് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു? ശ്രീ ഷിജു ഖാൻ ഒരു യുവ നേതാവാണല്ലോ, താങ്കൾക്ക് അറിയണമല്ലോ ഇത്ര സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ. അപ്പൊ ഏത് സോഫ്റ്റ്വെയർ ആണ് ഇവർ ഈ കമ്പനിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തു കൊടുത്തത്? എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുലിവാൽ പിടിച്ചിട്ടില്ല. പിണറായി വിജയനെ ഈ ചർച്ചയിൽ വലിച്ചഴക്കണം, നിങ്ങൾക്ക് PA മുഹമ്മദ് റിയാസിനെ ഈ ചർച്ചയിൽ വലിച്ചഴക്കണം. ഞാൻ പറയുന്നത് രാജ്യത്ത് നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, നിയമപരമായ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്പനിയുമായിട്ട് കരാറിൽ ഏർപ്പെടുന്നു. നിയമപരമായ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ലീഗലായി ബാങ്ക് വഴി നടത്തുന്നു. ഇതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നത്. രാത്രി മനുഷ്യൻ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. നേരെയാണ് ചോദിച്ചത്, ഏത് സോഫ്റ്റ്വെയർ ആണ് ഈ കമ്പനിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത് കൊടുത്തത് എക്സാലോജിക് എന്നുള്ളത് താങ്കൾക്ക് അറിയില്ല, എനിക്ക് അറിയില്ല. അങ്ങനെ പോരുത്. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? ദയവേത് കേൾക്കൂ. അറിയാമെങ്കിൽ പറഞ്ഞോളൂ. അല്ല, ഞാൻ ഒറ്റ കാര്യം, എനിക്കറിയില്ല എന്നൊക്കെ ഭാവന നെയ്ത് നിഷ പോവല്ലേ? അല്ല, കേൾക്കൂ. ഞാൻ പറഞ്ഞത് വീണ വിജയൻ ഡെവലപ്പ് ചെയ്തതോ എക്സാലോജിക് ഡെവലപ്പ് ചെയ്തതോ ആയ, അല്ല ദേവിത് കേൾക്കൂ, സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചും ആ മേഖലയിലെ അവരുടെ വൈദഗ്ധ്യത്തെ സംബന്ധിച്ചും ഇങ്ങനൊരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രൊഫഷണൽ എക്സലൻസിയെ സംബന്ധിച്ചും 1 മണിക്കൂർ വേറെ ചർച്ച വെക്കാം. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ബന്ധപ്പെട്ട കമ്പനികളോട് വക്താക്കളെ ആവശ്യപ്പെട്ടാൽ അവർ തരാൻ ഇത് ഇത്രയും വലിയ കുരിശാവുന്ന ഞാൻ അല്ലല്ല, ഒറ്റ നിമിഷം. ഈ രാജ്യത്ത് പറഞ്ഞാൽ മതി, 1 മണിക്കൂറൊന്നും ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഇത്തരം കമ്പനികളുടെ ഡീലിംഗ്സിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ജോലിയും ചെയ്യുക. അതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ പറഞ്ഞ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, മാനേജ്മെന്റ്, മെയിന്റനൻസ്, ഡെലിവറി എന്നീ കാര്യങ്ങൾക്കാണ്. അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരും എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ രണ്ട് കമ്പനികൾ ഞാൻ അതാണ് പറഞ്ഞത്. അല്ല, ഞാൻ ദയവിത് കേൾക്കൂ. ഇതിൽ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഒരു ഇടപാടിനെ സംബന്ധിച്ച് ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ എടുക്കാണ്ട് പണം കീശയിലാക്കുക എന്ന് പറയുന്നത് അഴിമതി നിരോധന നിയമപ്രകാരം ഒരു ഒഫൻസ് ആണ്. ഇവിടെ നടന്നിരിക്കുന്നത് അതാണ്. ഒരു പണിയും ചെയ്യാതെ കാശ് അടിച്ചെടുത്തിരിക്കുകയാണ്. ഇതിനെ ഈ CPM-ന്റെ നേതാക്കന്മാരെല്ലാം ഇത് ബാങ്ക് വഴിയാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുമ്പോൾ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ്, ഈ ബോർഡിന്റെ ഫൈൻഡിങ് എന്താണ്? ഇതൊരു ഇല്ലീഗൽ ട്രാൻസാക്ഷൻ എന്നാണ്. ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളാം. നിയമവിരുദ്ധമായ ഇടപാടാണ് വീണ വിജയൻ ചെയ്ത് പണം കൈക്കലാക്കി എന്നുള്ളതാണ്. എന്തേ നിങ്ങളത് ചാലഞ്ച് ചെയ്തുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും റിട്ട് കൊടുക്കാത്തത്? നോക്കിക്കോളാം, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.